ജനങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. അവിടെ ഉപയോഗിച്ച വാക്ക് നാസ്, ജനങ്ങളെ എന്നാണ്. ഇഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊള്ളുക. നിങ്ങളുടെ മുൻഗാമികൾ ഇബാദത്ത് ചെയ്ത പോലെ നിങ്ങളും ഇബാദത്തുകളിൽ മുഴുകുക. കാരണം അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് അല്ലാഹു ഒരു വിരിപ്പാക്കി തന്നു. വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മേൽക്കൂരയാക്കി തന്നു. വൻസല മിനസ് സമാഇ മാഅ, എന്നിട്ടോ ആ മേൽക്കൂരയായ ആകാശവാനലോകത്ത് നിന്ന് മാഅൻ, വെള്ളത്തെ അല്ലാഹു നിങ്ങളിലേക്ക് വർഷിപ്പിച്ചു തന്നു. ആ വെള്ളം കാരണത്താൽ വഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, കായ്കനികൾ, ഫ്രൂട്ട്സുകൾ ആ വെള്ളം കാരണത്താൽ ഭൂമിയിൽ ഫലപുഷ്ടിതമായ നിങ്ങൾക്ക് വേണ്ട കായ്കനികളും നിങ്ങൾക്ക് വേണ്ട ഫ്രൂട്ട്സുകളും അല്ലാഹു ഒരുക്കി തന്നു. റിസ്ഖൻ ലക്കും, നിങ്ങളുടെ റിസ്ഖായിട്ട്. അല്ലാഹു ഇങ്ങനെ പറയുന്ന ഒരു അധ്യായത്തെ ഒരു വചനത്തെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ ആയത്തോതി വെച്ചത് മറ്റൊരു ആയത്ത് കൂടി ചേർത്ത് വെക്കാനാണ്. അല്ലാഹു ഇതെല്ലാം നിഅമത്താക്കി നമുക്ക് തരുന്ന വലിയൊരു സംഗതിയാണ്. ഇന്ന് ഈ ദിവസത്തിൽ നമ്മൾ വളരെ സന്തുഷ്ടവരായി കഴിയുന്നുവെങ്കിലും നമ്മുടെ കാലാവസ്ഥ പ്രതികൂല സാഹചര്യത്തിലാണ്. സെൽഫ് കണ്ടെയ്ൻമെന്റ് സോണുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സെൽഫായിട്ട് അവർ ശരിക്കും ശ്രദ്ധിക്കണം. ഗവൺമെന്റിന്റെ നിയമം പോലും 10 മണി മുതൽ 3 മണി വരെ പുറത്തേക്ക് ആവശ്യമില്ലാതെ ഇറങ്ങരുത് എന്നാണ്. അതിന്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. എന്ന് പറഞ്ഞാൽ വേനൽ കൂടുകയാണ്. മനുഷ്യനെ അല്ലാഹു പല രീതിയിലും പരീക്ഷിക്കും. ഇന്ന് ചൂടുകൊണ്ട് ചെറുതോതിൽ നമ്മൾ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലാണെന്നാണ് എന്റെ ഓർമ്മ. ഇന്നലെ സൂര്യാഘാതമേറ്റ് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട ദുഃഖവാർത്ത നമ്മൾ അറിഞ്ഞത്. വെള്ളങ്ങൾ വറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കിണറുകൾ വറ്റിക്കൊണ്ടിരിക്കുന്നു. ജലങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒഴുകുന്ന പുഴയും നദിയും വറ്റിവരേണ്ട നിലയിലേക്ക് നീങ്ങുന്നു. നമ്മൾ വലിയ ഭീതിതമായ അന്തരീക്ഷമാണ് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വെള്ളം അത് സത്യത്തിൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അന്ന് കാലത്തും വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നതാണ്. വരൾച്ച കൊണ്ട് പരിശുദ്ധ റസൂൽ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് തുറന്ന മൈതാനിയിലേക്ക് പരിശുദ്ധ റസൂലും സഹാബാക്കളും എളിയ വസ്ത്രം, താഴ്ന്ന വസ്ത്രവും ധരിച്ചു പോയി ഇസ്തിസ്ഖ നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്ത സംഭവങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. ആ ഒരു ചരിത്രത്തിനെ ആസ്പദമാക്കി നമുക്കിതൊക്കെ ഉണ്ടാകുമ്പോ ദുആയിലേക്കും അമലാത്തുകളിലേക്കും മാത്രം നമ്മൾ ചുരുങ്ങുമ്പോൾ വ്യക്തിപരമായ ചില ദുആ ചെയ്യാൻ വേണ്ടി പോയത് എന്നാണ്. ഹബീബായ റസൂലും സഹാബാക്കളും താഴ്ന്ന വസ്ത്രവും ധരിച്ചു പോയി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ചെറിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദുആഇന് ഇജാബത്ത് ലഭിക്കുന്ന തലത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയാണ് താഴ്ന്ന വസ്ത്രം ധരിച്ചത് എന്ന് പറയപ്പെടുമ്പോ മനുഷ്യന്റെ അഹങ്കാരമാണത്രേ അവന് ഈ പറയുന്ന അദാബുകൾ ഇറക്കാൻ കാരണമെന്ന് മുത്ത് ഹബീബ് മുസ്തഫ. മനുഷ്യന്റെ അഹങ്കാരം, മനുഷ്യന് ഒരിക്കലും വരാതിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. അഹങ്കാരം ഒരു കാരണവശാലും ഒരു മനുഷ്യനും ഉണ്ടാവാൻ പാടില്ല. അഹങ്കാരമില്ലാത്ത വിനയത്തോടുകൂടെ ദുആ ചെയ്യുന്ന ദുആക്ക് മാത്രമേ ഇജാബത്ത് ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ റസൂൽ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നു, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ വയുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾക്ക് മഴ ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഒരു വേനൽക്കാലത്തിനെ നിങ്ങൾക്ക് അതിനെ നേരിടാൻ കഴിയാത്ത സാഹചര്യത്തിലെത്തിയാൽ നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ കുളിരും തളിരും നിങ്ങളിലേക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഖുൽതുസ്തഗ്ഫിറൂ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, നിങ്ങൾ തൗബ ചെയ്യുക, നിങ്ങൾ ഇസ്തിഗ്ഫാറിലേക്ക് ഇങ്ങനെ മടങ്ങുക. ഇന്നഹു കാന ഗഫാറ, അല്ലാഹു പുറത്തുതരുന്നവനാണ്. അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് പടച്ചവനെ നീ പുറത്തു തരണേ എന്ന് പറയുന്ന തലത്തിലേക്ക് ഒരാൾ നീങ്ങിയാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അയാൾക്ക് മഴ അല്ലാഹു വർഷിപ്പിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്.
നമ്മളുടെ തെറ്റുകൾ അധികരിക്കുമ്പോഴാണ്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ അധികരിക്കുമ്പോഴാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ അദാബുകൾ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കുന്നത് എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. തെറ്റുകൾ അധികരിക്കുക, തെറ്റുകൾ അധികരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കണം. നമ്മളൊരു പുതിയ കാലത്ത് ജീവിക്കുമ്പോ നമ്മുടെ തോന്നൽ വെറും നിസ്കാരത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ് ദീൻ എന്ന തലത്തിലേക്ക് നമ്മൾ നീങ്ങരുത്. നിസ്കാരം അവ്വലാണ്, ഒരു മനുഷ്യന്റെ ഭാഗമാണ്. അതൊരു ഇബാദത്തിലപ്പുറം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ദൈനംദിനം ഭാഗമായി വെള്ളം കുടിക്കുന്നത് പോലെ, ആഹാരം കഴിക്കുന്നത് പോലെ, രക്തധമനികൾ ഉള്ളത് പോലെ, ശരീരത്തിൽ രക്തങ്ങൾ ഒഴുകുന്നത് പോലെ നിസ്കാരം അവന്റെ ഒരു ഭാഗമാണ്. മറ്റു ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഒരു മനുഷ്യന്റെ ദീന് അമലാത്തുകൾ എന്ന് പറയുന്നത്. മഴ അല്ലാഹു വർഷിപ്പിച്ചു തരണമെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്ന്. രണ്ട് കാര്യമാണ് നമുക്കൊന്ന് സൂചിപ്പിക്കാൻ. ഒന്ന്, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമുക്ക് സമയമില്ല. ആദ്യം ഇസ്തിഗ്ഫാർ ചെയ്യണമെങ്കിൽ നമ്മളോടൊത്ത് പോറലുകളുണ്ട് എന്ന് നമുക്ക് തോന്നണം. ഒരു വാഹനത്തെ വർക്ക്ഷോപ്പിലേക്ക് കയറ്റണമെങ്കിൽ ആ വാഹനത്തിന് പോറലുണ്ട് എന്ന് തോന്നണം. ആ വാഹനത്തിന് കേടുപാടുണ്ട് എന്ന് തോന്നുമ്പോഴാണ്. അതുപോലെ നമുക്ക് സ്വന്തം സെൽഫ്, നമ്മൾ കേടുപാടുള്ളവരാണ്, നമ്മുടെ അടുത്ത് എന്തൊക്കെയോ അബദ്ധങ്ങളുണ്ട്, പോരായ്മകളുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക്, നല്ല മാർഗത്തിലേക്ക്, നല്ല രൂപത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വയുംദിദുകും ബിഅംവാലിൻ വബനീന, ഒരാൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വയുംദിദുകും ബിഅംവാലിൻ, അവർക്ക് അല്ലാഹു സമ്പത്ത് കൊടുക്കും, വബനീന, മക്കളെ കൊടുക്കും, മക്കളുടെ മക്കളെ കൊടുക്കും, പേരക്കിടാങ്ങളെ കൊടുക്കും, തലമുറകളാൽ മക്കളെ സൗഭാഗ്യം ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആനാണ്. വയജ്അൽ ലക്കും ജന്നാതി വയജ്അൽ ലക്കും അൻഹാറ. ആ ഭാഗത്തേക്ക് ഞാൻ നീങ്ങുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിതത്തിൽ ഈ ഒരു സമയത്ത് കുഹത്തുകൊണ്ട്, ഏറ്റവും കൂടുതൽ വേനൽ കൊണ്ട്, ചൂട് കൊണ്ട് നമ്മൾ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഒരു വഴി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചെയ്യലാണെങ്കിൽ, മറ്റൊരു വഴി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ദാനധർമ്മങ്ങളാണ്. ദാനധർമ്മങ്ങളാണ്. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ അദാബ് കുറയും. എന്തു ദാനം ചെയ്യണം എന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ദാനം ചെയ്യലുണ്ട്, സ്വതക്ക ചെയ്യലുണ്ട്, ഹദിയ ചെയ്യലുണ്ട്. അഫ്ളലുസ് സദഖ, ഒരു ഭാഗത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേൾക്കാം. അഫ്ളലുസ് സദഖ, സ്വതക്കകളിൽ ഏറ്റവും അഫ്ളലായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അൽ മാഉ വൽ മിൽഹു, ഒന്ന് വെള്ളം കൊടുക്കലും, ഒന്ന് മിൽഹ്, ഉപ്പ് ദാനം ചെയ്യലുമാണ്. ഒരാൾ ഉപ്പ് കൊടുക്കലും ഒരാൾ വെള്ളം ദാനം ചെയ്യലും അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ അഫ്ളലായ സദഖയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹജ്ജിന് പോയവർക്ക്, ഉംറക്ക് പോയ ആളുകൾക്കറിയാം, മക്കയിലേക്ക് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഒരു നഹർ സുബൈദ എന്ന് പറയുന്ന ഒരു കനാൽ, ഒരു കിടങ്ങ് പോലെ ഒരു കനാൽ വെള്ളമൊഴുകി ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന നഹർ സുബൈദ എന്ന് പറയുന്ന, ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രിയ പത്നിയായ സുബൈദ എന്നവരുടെ പേരിൽ നഹർ സുബൈദ എന്ന് പറയുന്ന ഒരു പിന്നെ കിടങ്ങ്, ഒരു അരുവി നമുക്ക് കാണാൻ കഴിയും. ഒരു തോട്, നമുക്ക് ഒരു കനാൽ അവിടെ കാണാൻ കഴിയും. ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഇന്നത് മക്കയിൽ എന്നത് വളരെ വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ ഭാഗത്തു കൂടെ സുബൈദ എന്ന ആ മഹദി റളിയല്ലാഹു അൻഹു അന്ന് വെള്ളം കൊടുക്കാനുണ്ടായ കാരണം, മക്കയിൽ അന്ന് ശുദ്ധജലം ലഭിക്കുന്നതിനുള്ള പ്രാഥമിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഇറാഖിൽ നിന്ന് ആ ഭാഗത്തേക്ക് എത്രയോ കിലോമീറ്റർ അകലെയുള്ള ഭാഗത്ത് നിന്ന് മക്കയിലേക്ക് പിന്നെ വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വലിയ ഒരു ഭാരിച്ച സംഖ്യ ചെലവാക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. വെള്ളം ഒരാൾ ദാനം ചെയ്യുന്നത് വലിയ പ്രതിഫലമാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ മനഅ ഫദ്ല മാഇഹി വ ഫദ്ല കലഇഹി മനഅഹു അല്ലാഹു യൗമൽ ഖിയാമ ഫദ്ലഹു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂൽ പറയാൻ, ഒരാൾ
മിച്ചം വന്ന വെള്ളം. അവന്റെ വീട്ടിൽ വെള്ളമുണ്ട്, ഇന്ന് വേനൽക്കാലമാണ്, അവനവന്റെ ഇവിടത്തെ വെള്ളം ഉപയോഗിച്ച് മിച്ചം എന്ന് പറഞ്ഞാൽ അത് കൊടുത്താൽ തീർന്നു പോകുമോ എന്നുള്ളതല്ല, അവനവൻ ഉപയോഗിച്ച് തീർന്നു പോവോ എന്ന് പേടിച്ചിട്ടല്ല, മറിച്ച് അവനവൻ അന്ന് ഉപയോഗിച്ചിട്ട് മിച്ചമുണ്ടെങ്കിൽ മിച്ചമുള്ള വെള്ളത്തെ തടയരുതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മിച്ചമുള്ള പുല്ല് എന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്ക് നൽകുന്ന പുല്ലുകൾ മിച്ചമുണ്ടെങ്കിൽ അതും നിങ്ങൾ കൊടുക്കണമെന്നാണ്. അതും നിങ്ങൾ കൊടുക്കണം, അതുപോലും തടഞ്ഞു വെക്കരുത്. ഈ രണ്ട് സംഗതിയെയും തടഞ്ഞു വെച്ചാൽ അല്ലാഹു നാളെ ഖിയാമത്ത് നാളിൽ അവന്റെ ഫളിലിനെ തടയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾക്ക് വെള്ളം കൊടുക്കുക എന്ന്. മറ്റൊരു ഭാഗത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചരിത്രം കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വലിയ ഒരു വിപത്ത് വന്നപ്പോൾ റൂമ എന്ന് പറയുന്ന ജൂതന്റെ കയ്യിൽ ഒരു കിണറുണ്ടായിരുന്നു. ഇന്നും നമുക്ക് ആ നാടുകളിൽ പോകുമ്പോൾ കാണാൻ കഴിയും ബിഅറുസ്മാൻ എന്നാണ് അതിന്റെ പേര്. നമ്മളൊക്കെ ഉംറക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ അമീറന്മാര് കാണിച്ചു കൊടുക്കുന്ന ഒരു കിണറിന്റെ പേരാണ് ബിഅറുസ്മാൻ. എങ്ങനെയായി ബിഅറുസ്മാൻ ഉണ്ടായത്? റൂമ എന്ന് പറയുന്ന ഒരു ജൂതന്റെ കയ്യിലുള്ള ഒരു കിണറായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജൂതൻ അത് വലിയ വിലക്ക് വിൽപ്പന നടത്തുകയാണ്. ഇന്നും നമുക്ക് വെള്ളം കൊണ്ട് വലിയ പ്രതിസന്ധി നേരിടാത്തത് കൊണ്ടാണ് നമ്മൾ ആ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കാത്തത്. അല്ലാഹുമ്മസ്ഖിനാ ഗൈതൻ മുഈസാ വഹനീഅൻ മുരീഅ എന്ന് ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞ ദുആയിലേക്ക് എത്താത്തത് ഇന്ന് ചൂട് കൊണ്ട് നമ്മൾ എസിയിലേക്ക് എത്തേണ്ട. ഇന്ന് ചൂട് നമുക്ക് സഹിക്കാൻ പറ്റണില്ല. പക്ഷെ നേരത്തിന് നല്ല വെള്ളം നമുക്ക് കിട്ടുമ്പോ നമുക്ക് അതിന്റെ അനുഗ്രഹം മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ കാലത്ത് വെള്ളം പൈസ കൊടുത്ത് ജനങ്ങൾ മേടിക്കുന്ന ഒരു കാലത്ത് റൂമ എന്ന് പറയുന്ന ഈ ജൂതന്റെ കയ്യിലുള്ള കിണറിൽ ഏതോ സമയം വെള്ളം. പരിശുദ്ധ റസൂൽ പറഞ്ഞു, ആരാണ് ഈ വെള്ളം മേടിച്ചു കൊടുക്കാൻ സന്നദ്ധനാവുക എന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞപ്പോ ഉസ്മാൻ എന്ന് പറയുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു വരികയും ബിഅറുസും ആ കിണർ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ജൂതന്റെ കയ്യിൽ വിലപേശാൻ പോയപ്പോ റൂമ എന്ന് പറയുന്ന ജൂതൻ പറഞ്ഞു, ഒരു ദിവസം നിനക്ക് 1000 നാണയം രൂപ തരണം, പകുതി നിനക്കും പകുതി എനിക്കും. ഒരു ദിവസം നിങ്ങൾ കൊടുക്കുന്ന ആളുകൾ വെള്ളമെടുക്കട്ടെ, മറ്റൊരു ദിവസം എനിക്ക് പൈസ തന്നിട്ട് ആളുകൾ വെള്ളമെടുക്കട്ടെ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് വാങ്ങിച്ച ഈ ഉസ്മാൻ എന്ന് പറയുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ പേരിലുള്ള കിണറിൽ നിന്ന് ആ ദിവസത്തിൽ മാത്രം ആളുകൾ വെള്ളമെടുക്കുന്ന ഒരു സ്വഭാവം വന്നു. അപ്പൊ 1000 നാണയത്തിന് ആദ്യം വിൽപ്പന നടത്തുകയും പിന്നെ 800 നാണയത്തിന് പിന്നെ വിൽപ്പന നടത്തുകയും ടോട്ടൽ 1800 നാണയത്തിന് വാങ്ങിയ ബിഅറുസ്മാൻ ഇന്ന് ആ മക്കയിൽ അല്ലെങ്കിൽ മദീനത്ത് ആ ഭാഗത്ത് നിന്നും സ്ഥിതി ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ ബിഅറുസ്മാൻ കിണറിൽ നിന്ന് എത്ര തോട്ടങ്ങളിലേക്കാണ് വെള്ളം ഇന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 14 നൂറ്റാണ്ടുകൾക്കുള്ള ബിഅറുസ്മാൻ എന്ന് പറയുന്ന കിണറിലെ വെള്ളത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ തോട്ടങ്ങളിലേക്ക് ഇന്നും അത് പമ്പ് ചെയ്യുന്നു, നനയ്ക്കുന്നു. ഒരു തോട്ടത്തിന്റെ അറബി മുതലാളിമാർ വേൾഡ് ചാരിറ്റിയിലേക്ക് ആ തോട്ടത്തിന് കിട്ടുന്ന വരുമാനത്തിന്റെ 20% ഇന്നത്തെ ലോകത്ത് വേൾഡ് ചാരിറ്റിയിലേക്ക് ബിഅറുസ്മാനിൽ നിന്ന് കിട്ടുന്ന വെള്ളം നനച്ച തോട്ടത്തിന്റെ ലാഭവിഹിതം എത്തിച്ചു കൊടുക്കുന്നു എന്നത് എത്ര കാലം മുമ്പ് പരിശുദ്ധ റസൂൽ ചെയ്ത പുണ്യമാണ്. ആ പരിശുദ്ധ റസൂലല്ലേ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, മമ്മന അല്ലാഹു ഫദ്ല മാഇഹി. ഒരിക്കലും നിങ്ങൾ വെള്ളത്തെ തടയരുത്. ഒരു മനുഷ്യന് വെള്ളം കിട്ടുമ്പോ തന്റെ അതിരിലൂടെ വെള്ളം പോവുകയാണെങ്കിൽ തന്റെ വീട്ടിൽ തന്റെ അയൽപക്കത്ത് വെള്ളമില്ലെങ്കിൽ തന്റെ വീട്ടിൽ നിന്ന് വെള്ളം കൊടുക്കണം. അങ്ങനെ തടഞ്ഞാൽ, വെള്ളം എത്തിച്ചു കൊടുക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുമെന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഒരിക്കൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ, അയ്യു ശൈഇൻ ലാ യഹില്ലു മൻഉഹു. ഇത് സഹീഹുൽ ബുഖാരിയിലുള്ള ചരിത്രമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അയ്യു ശൈഇൻ ലാ യഹില്ലു മൻഉഹു. പരിശുദ്ധ നബിയെ, ഞാൻ
ഞങ്ങൾ ഏതു കാര്യമാണ് ഒരാൾ ചോദിച്ചാൽ തടഞ്ഞു വെക്കാതിരിക്കേണ്ടത്? പരിശുദ്ധ റസൂല് പറഞ്ഞു, അൽമാഉ വൽ മിൽഹു അന്നാർ. ഒന്ന് വെള്ളം, ഒന്ന് ഉപ്പ്, ഒന്ന് തീ. ഈ മൂന്ന് സംഗതിയും ഒരു കാരണവശാലും ഒരാൾ ചോദിച്ചു പോന്നാൽ തടയാൻ പാടില്ല. പരിശുദ്ധ റസൂലിനോട് തിരിച്ചു ചോദിച്ചല്ലോ, ഞങ്ങൾക്ക് റസൂലേ മനസ്സിലാവുന്നുണ്ട്, വെള്ളം ഒരു മനുഷ്യന്റെ അടിസ്ഥാന വിഷയമാണ്, അത് തടഞ്ഞു വെക്കുന്നത് തെറ്റാണ്. പക്ഷേ മിൽഹും നാറും, എന്തിനാ ഉപ്പും തീയും പറഞ്ഞത്? എന്താ ഉപ്പും തീയും അങ്ങനെ പിന്നെ തടഞ്ഞു വെച്ചാലുള്ള പ്രശ്നം? പരിശുദ്ധ റസൂല് പറഞ്ഞു, മിൽഹു ഉപ്പ് എന്നത് ഒരു മനുഷ്യന് കൊടുക്കുമ്പോ ആ മനുഷ്യന് ഉപ്പിട്ടാൽ ഭക്ഷണത്തിന് രുചി ഉണ്ടാകും. അങ്ങനെ ഭക്ഷണത്തിന് രുചി നൽകുന്ന ഉപ്പ് ഒരാൾ ദാനധർമ്മം ചെയ്താൽ ആ ഭക്ഷണം കഴിക്കുന്നവർ, പാചകം ചെയ്യുന്നവരുടെ ഒക്കെ പ്രതിഫലം ഉപ്പ് കൊടുത്തവന് കിട്ടും. നാറോ തീയോ, തീ കൊണ്ട് ഒരു വിഷയത്തെ പാചകം ചെയ്ത് സ്വതക്ക ചെയ്താൽ ആ തീ കൊടുത്ത മനുഷ്യന് പാചകം ചെയ്ത സ്വതക്ക മുഴുവൻ, ആ കൊടുത്ത ആളുകളെ സ്വതക്ക മുഴുവനും ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു സ്വതക്ക. ഞാൻ പറഞ്ഞു വന്നത് തടയാൻ പാടില്ല. വെള്ളത്തെ നമ്മൾ ആ രൂപത്തിൽ കാണണം. പരിശുദ്ധ റസൂൽ സമയത്തിന്റെ പ്രതികൂലം മാനിച്ച് ഞാൻ വിഷയത്തിന്റെ വളരെ വളരെ വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ റസൂൽ പറഞ്ഞു, ഒരാൾ മരിച്ചു, നമ്മളൊക്കെ മരിക്കും, അല്ലാഹു ആഫിയത്തുള്ള ആയുസ്സ് തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പള്ളിപ്പറമ്പിൽ കിടക്കാൻ. അങ്ങനെ മരിക്കുന്ന ഒരു മനുഷ്യന്റെ ഖബറിലേക്ക് എത്തിക്കപ്പെടുന്ന 7 കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധ റസൂൽ പറഞ്ഞു. നമ്മളിത് മനസ്സിലാക്കണേ, വളരെ വേണ്ടപ്പെട്ട കാര്യമാണ്. ഒരാൾ ജീവിതത്തിൽ ഒരാൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്താൽ, ഒരാൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്താൽ അത് എന്നെ പോലെ കമീസും തലയെക്കെട്ടും കെട്ടി മുത്തഅല്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നില്ല. നിങ്ങളിൽ ഒരാൾ, നിങ്ങളുടെ കൂടെയുള്ള ഒരു മനുഷ്യന് ഒരു ദീനിയായ വിവരം പഠിപ്പിച്ചു കൊടുത്താൽ അത് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ. രണ്ടാമത് പറയുന്നു, ഔ അജ്റാ നഹ്റ, ഒരു തടാകം ഉണ്ടാക്കി. ഒരു നാട്ടിൽ കുളിക്കാൻ വേണ്ടി അവർക്ക് പിന്നെ ദാഹിക്കുമ്പോ വെള്ളം കുടിക്കാൻ വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരാൾ ഒരു വെള്ളത്തടാകം ഉണ്ടാക്കി ഒരു നാട്ടിൽ, ഒരു പരിസരത്ത് അവന്റെ തൊടിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അത് അവന്റെ കൂടെ ഖബറിൽ കിട്ടും. പിന്നെ പറയുന്നു, നിങ്ങൾ ആലോചിച്ച് നോക്കുക, പരിശുദ്ധ റസൂൽ പറഞ്ഞു ബിർ, കിണർ. അങ്ങനെ തന്നെ പറഞ്ഞു, ഒരു കിണർ ഒരാൾ കുഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് എല്ലാവരും വെള്ളം ഉപയോഗിച്ചോളി, അതും അവന്റെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കും. ഔ ബനാ മസ്ജിദ. നാലാമത് പറഞ്ഞത് പള്ളി എടുത്തു കൊടുക്കലാണ്, പള്ളി നിർമ്മിച്ചു കൊടുക്കലാണ്. മൂന്നാമത് പറയുന്ന വറസനഖല, ഒരു ഈത്തപ്പഴം നട്ടു. ഈത്തപ്പഴം നട്ടു എന്നവിടെ തഫ്സീർ വിശദീകരിക്കുന്നുണ്ട്. മരങ്ങൾ നട്ടു. ആ മരങ്ങൾ നട്ടു പിടിപ്പിച്ച മരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ തണൽ ആസ്വദിക്കുമ്പോ അതിനവന് പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ അവൻ മരിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ ഒരു മുസ്ഹഫ് കൊടുത്തു. ആ ദാനധർമ്മവും അവന്റെ കൂടെ ഖബറിലേക്ക് എത്തുമെന്ന്. പിന്നെ പറയുന്നു, ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു, ഒരാൾ തന്റെ മകനെ തനിക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന കോലത്തേക്ക് ഒരു മകനെ വളർത്തിയെടുത്താൽ അതിനും പ്രതിഫലമാണെന്ന് മുഹമ്മദുൽ മുസ്തഫ. ഞാൻ നിർത്തിയാണ്. പക്ഷേ ഈ കാര്യം പറയുമ്പോ ഞാൻ വിഷയത്തിൽ നിന്ന് സാന്ദർഭികമായി തെറ്റുകയാണ്. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു, ഞാൻ അഹോരാത്രം ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ പറയലുണ്ട്, അടുക്കളത്തോട്ടത്തിലേക്ക് വീടിന്റെ ഉള്ളറകളിലേക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്നതിന് മുമ്പ് മക്കളാപത്തുകളിൽ നിന്ന് തടയാൻ പറ്റുന്ന കോലത്തേക്ക് നമ്മൾ മാറിയില്ലെങ്കിൽ ഇന്നത്തെ 24-ലും റിപ്പോർട്ടിന്റെ ചാനലിലും ഏഷ്യനെറ്റിലും മീഡിയ വണ്ണിലും കാണുന്നത് ഈ ചെറുവണ്ണൂരിന്റെ ചില ഭാഗങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ്, നമ്മുടെ ജില്ലയെ പരാമർശിച്ചുകൊണ്ടാണ് മക്കളെ കയ്യിൽ നിന്ന് MDMA പിടിക്കപ്പെട്ടു എന്ന് പറയുന്നു. അതൊരു കുടുംബത്തിന്റെ വേദനയല്ല, ഒരു നാടിന്റെ വേദനയാണ്, ഒരു മഹല്ലിന്റെ വേദനയാണ്. മഹല്ലിന്റെ നേതൃത്വമായ ഞാനടക്കമുള്ള മഹല്ല് ഭാരവാഹികൾ അടക്കമുള്ള ഏതൊക്കെ സംഘടന ഭാരവാഹികളുണ്ടോ അവരെല്ലാം ഒന്നടക്കം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മക്കള് വഴിതെറ്റി പോകുമ്പോ ഇതിന്റെ ഓഫീസർമാര് പറയുന്നത് 100 കണക്കിന് ചെറുപ്പക്കാരായ കുട്ടികൾ ഈ മഹല്ലിന്റെ പ്രദേശത്ത്, നമ്മുടെ നാടിന്റെ പ്രദേശത്ത് കഞ്ചാവിനും കള്ളിനും ലഹരിക്കും MDMA-നും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ കേട്ട് നമ്മൾ നിരാകരിച്ചാൽ, നമ്മൾ അതിനെ നിരുത്സാഹപ്പെടുത്താതിരുന്നാൽ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്